प्लीज। नमस्ते जी। होम मिनिस्टर किचन, इलेक्ट्रिसिटी मिनिस्टर बाहुलेन, हेलो, उड़वूर विजयन पार्टी ट्रेजरर, नमस्कार जी। मिसेस अक्कम्मा तलगरे विमेंस कमीशन मेंबर, राजन, हेलो बाबू, हेलो हेलो। सर प्लीज। मैडम എന്തൊരു ചൈതന്യമാ മുഖത്ത്. അന്തരിച്ചുപോയ നമ്മുടെ പഴയ പ്രധാനമന്ത്രിയുടെ മട്ടുണ്ട് അല്ലേടോ? അതെ അതെ. എടോ ഇനി വന്നേ, കേന്ദ്ര ഹൗസിംഗ് ബോർഡിനൊരു വകുപ്പുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ചെയർപേഴ്സൺ ആക്കാൻ പറ്റിയതല്ല. ഉള്ള പണി കളയണോ തനിക്കരെ? Moreover, she is very active, very intelligent and very energetic. Oh, I see. अच्छा प्रोफेशन छोड़ के पॉलिटिक्स में आया? I too asked the same question. She was the union chairperson also. Oh, I see. അതെ, മാഡത്തിനോട് ഹിന്ദി ഒന്നും വേണ്ട, തമിഴോ മലയാളമോ മതി. പാലക്കാടുകാരിയാ മാഡം. മാഡം, ഷീസ് എ ബ്രാഹ്മൺ. அப்படியா? பரவாயில்லையே, பிராமண பொண்ணா இருந்துட்டு தைரியமா பாலிடிக்ஸ்க்கு வந்துட்டியே. வீட்டுல எல்லாரும் ஒத்துண்டாளா? ஏன் இஷ்டம் தான் அப்பாவோட இஷ்டம். ആ സുകന്യ, പ്രസിഡന്റ് കേരളത്തിൽ വരുമ്പോഴേ മാഡം ഒപ്പം വരാറുള്ളൂ. ഇവിടെ അടുത്തൊരു ശിവപാർവതി ക്ഷേത്രമില്ലേ, അവിടെ പോയി തൊഴാനാ മാഡം ഇപ്പൊ വന്നത്. ഞാനവിടെ ധാരാളം പോയിട്ടുണ്ട്. വിളിച്ചാ വിളിപ്പുറത്തെത്തുന്ന ദേവിന്നാ പറയാറ്. ഹലോ. എപ്പോ വന്നു? വന്നിട്ട് കുറച്ചു നേരമായി. പ്രസിഡന്റ് ഫ്രീ ആയോ? എന്തിനാ? അല്ല, ഇങ്ങേരെന്ന് കോട്ടയ്ക്കും ശുചികിത്സയ്ക്ക് വന്നപ്പോൾ തുടങ്ങി എനിക്കൊരു ഐഡിയ ഉണ്ട്. ഇങ്ങേരെ എങ്ങനെയെങ്കിലും നമ്മുടെ ഗ്രാമത്തിൽ കൊണ്ടുപോയി കോരിപോയിട്ടൊന്ന് സൽക്കരിക്കണമെന്ന്. നോക്കണ്ട, ഇതിന്റെ ഗുണമെല്ലാം പാർട്ടിക്ക് തന്നെയാ. താൻ എന്നെ നശിപ്പിച്ചേ അടങ്ങുമല്ലേ? അതെന്നെ ബാബുജി അങ്ങനെ പറഞ്ഞു. എടോ, ഇത്തരം വിഷയത്തിൽ താല്പര്യമില്ലാത്ത ആൾക്ക് ഗ്രാമത്തിൽ എന്ത് കാര്യം? തന്നെയുമല്ല, തറവാട്ടമ്മയെ പോലൊരു പെണ്ണുമ്പിള്ള കൂടുള്ളപ്പം അയാൾക്കെന്തിനാ തന്റെ പോ. അയ്യടാ, ദേ കിടക്കുന്നു. ഈ കണക്കിന് തറവാട്ടിൽ പിറന്ന പെണ്ണുങ്ങളുള്ള ആമ്പിള്ളേരൊക്കെ ഈ പണി നിർത്തുകയായിരുന്നെങ്കിൽ ഞാൻ എന്നെ ഗ്രാമം അടച്ചുപൂട്ടി ഒറ്റയ്ക്ക് ചർക്കയും കിറക്കി ഇരിക്കേണ്ടി വന്നേനെ. പോട്ടെ, അങ്ങനെ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ പറ്റുമോ? ബാക്കി കാര്യം ഞാൻ ഏറ്റെന്നേ. എന്ത് പറഞ്ഞ് പരിചയപ്പെടുത്തും? താൻ ആ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അല്ല, പാർട്ടി ലെവലിൽ നോക്കാന്ന് വെച്ചാ അവിടെ എന്ത് പൊസിഷനാണ് തനിക്കുള്ളത്? അതെന്റെ കുറ്റമൊന്നും അല്ലല്ലോ. ആ, ഒരു റിട്ടയർഡ് IPSന്റെ ഇമേജുമായി ഇപ്പം നിൽക്കുന്ന പോലെ അങ്ങ് നിന്നാ മതി. ആ ചരൽക്കുന്നിലെ സ്വീകരണം ഗംഭീരമാക്കുള്ള വഴി എന്തോന്ന് പോയി നോക്ക്. അത് ചെയ്തേക്കാവുന്ന. അദ്ദേഹം ബീഹാറിലെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ചോദിക്കുന്നു. കാലിത്തീറ്റ കുംഭകോണത്തിൽ പാർട്ടി എടുത്ത പൊസിഷൻ എന്താണെന്ന്. അവിടെ അമ്മയുടെ കാലിത്തീറ്റ കുറെ കടലപ്പിണ്ണാക്കും പാഷാണം കൂടെ ചേർത്ത് കലക്കി അവിടെ ഉണ്ണാക്കി തള്ളിവെച്ച് കൊടുക്കും. എന്നാലേ എന്റെ സമയം നേരെയാകത്തുള്ളൂ. പുറത്തു വെച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ തന്നെ മാത്രം അകത്തു കൊണ്ടുപോയി പരിചയപ്പെടുത്തി എന്തിനാണെന്നറിയാവോ? എന്തിനാ? അത് വല്ലത് ഈ ബുദ്ധു സ്ഥലേ കയറുമോ? മനുഷ്യ ശരീരത്തെ കുറിച്ചല്ല താൻ പഠിച്ചിട്ടുള്ളൂ, മനസ്സിനെ കുറിച്ച് പഠിക്കണം. അതാ രാഷ്ട്രീയം. പൊളിറ്റിക്സിൽ പ്രസിഡന്റ് ഒരു മർക്കടോ ബുദ്ധിക്കാരനാണെങ്കിലും കുടുംബത്തിലൊരു പഞ്ചപാവ. പെണ്ണുംപിള്ള എന്ന് പറഞ്ഞാൽ ജീവനാ. രാഷ്ട്രീയമായാലും കുടുംബമായാലും പെണ്ണുംപിള്ള വല്ലവും പറഞ്ഞാൽ പിന്നെ അങ്ങേർക്ക് അപ്പീലില്ല. ഡൽഹിയിലെ പല വമ്പന്മാരും ഓരോന്ന് സാധിച്ചെടുക്കുന്നത് ഈ തള്ളെ പിടിച്ചിട്ടാ. അതുകൊണ്ട് ആ പെണ്ണുംപിള്ളയെ വളയ്ക്കാൻ ഈ പെണ്ണുംപിള്ള മനസ്സ് വയ്ക്കണം. കണ്ണൂരെയും കോഴിക്കോട്ടെയും പരിപാടി കഴിഞ്ഞ ആ കിളവനിങ്ങി തിരിച്ചെത്തുമ്പോഴത്തേക്കും ആ തള്ള നിന്റെ ഉള്ളം കൈ കിടന്ന് പമ്പരം കറങ്ങുന്നോലെ കറങ്ങണം.
എന്റെ അമ്മയെ സമ്മതിച്ചിരിക്കുന്നു. എന്തൊരു തല. അടുത്ത തവണയെങ്കിലും മുഖ്യമന്ത്രി കസേര കയറിയിരിക്കണമെങ്കിൽ ഇവിടുത്തെ കീചകനെ അങ്ങോട്ട് വിളിപ്പിച്ചേ പറ്റൂ എന്റെ പൊന്നു മോളെ. അപ്പൊ മിസ്സസ് സമൃദ്ധ ത്രിപാഠിയെ ഈ ഉള്ളം കയ്യിലാക്കണം. അത്രയല്ലേ ഉള്ളൂ. ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആദ്യത്തെ ചവിട്ടുപടി. ഓക്കെ? യെസ്. ഇവിടുത്തെ ദേവിക്കൊരു പ്രത്യേകതയുണ്ട്. സരസ്വതിയുടെയും ലക്ഷ്മിയുടെയും സമന്വയമാണ് ദേവി. എല്ലാ വിജയദശമി നാളിലും ഇവിടെ വന്ന് പാടണമെന്ന് അച്ഛന് നിർബന്ധമായിരുന്നു. എന്റെ അരങ്ങേറ്റം കുറിച്ചതുപോലും ഇവിടെയാണ്. ഇവിടുത്തെ മണ്ഡപത്തിലിരുന്ന് മനസ്സറിഞ്ഞ് പാടിയാൽ ജ്ഞാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സിദ്ധി ഉണ്ടാവുന്ന പറയാറ്. എന്താ മാഡം? എന്തിനാ മാഡത്തിന്റെ കണ്ണു നിറഞ്ഞത്? ഒന്നുമില്ല കുട്ടി. അല്ല, ഞാൻ ഇവിടെ വന്നപ്പോഴേ മാഡത്തിന്റെ മുഖം ശ്രദ്ധിച്ചിരുന്നു. അറിയാൻ പാടുള്ളതാണെങ്കിൽ എന്നോട് പറഞ്ഞൂടെ? മോള് പറഞ്ഞ നേരാ. ഈ ക്ഷേത്രമുറ്റത്ത് നിൽക്കുമ്പോൾ എന്റെ മനസ്സ് വിങ്ങിപ്പോവും. 7 വർഷം മുമ്പാണ് ആദ്യമായി ഞാൻ ഈ ക്ഷേത്രത്തിലെത്തിയത്. എൻ്റെ മകൾ പാർവതിയുടെ അരങ്ങേറ്റം കുറിക്കാൻ. ഈ മണ്ഡപത്തിലിരുന്ന് ആദ്യമായി എൻ്റെ കുഞ്ഞു പാടുമ്പോൾ സരസ്വതി ദേവി അവളുടെ കണ്ടത്തിൽ കൂടിയിരിക്കുന്നു എന്ന് തോന്നി എനിക്ക്. അത്ര നന്നായി പാടി എൻ്റെ കുട്ടി. പക്ഷേ പിന്നെ അത് കേൾക്കാനുള്ള വിധി എനിക്കുണ്ടായില്ല. എല്ലാം കഴിഞ്ഞ് സംതൃപ്തിയോടെ മടങ്ങുമ്പോൾ സേലത്തിനടുത്ത് വെച്ചുണ്ടായ ഒരു കാർ അപകടത്തിൽ എന്റെ കുഞ്ഞ്. ദേവിക്ക് പോലും അവളോട് അസൂയ തോന്നിയിട്ടുണ്ടാവും. അതാ അവളെ ഞങ്ങളിൽ നിന്ന് തട്ടിയെടുത്തത്. ഇവിടെയൊക്കെ എന്റെ കുഞ്ഞ് ഓടി നടക്കുന്നു എന്ന് എനിക്ക് തോന്നിപ്പോവും. ജീവിച്ചിരുന്നെങ്കിൽ ഇന്നെന്റെ കുട്ടിക്ക് മോളുടെ പ്രായം വരുമായിരുന്നു. അമ്മയെ കണ്ട ഓർമ്മ എനിക്കില്ല. നഷ്ടപ്പെട്ടു പോയ മകളുടെ സ്ഥാനത്ത് ഞാനുണ്ടെന്ന് കരുതിക്കൂടെ?